ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ചെറിയ പ്ലാന്റ് ഹണ്ടിങ് വീഡിയോ ആണ്. അപ്പോൾ ഇതെൻ്റെ വീടിനടുത്തുള്ള ഒരു സ്ഥലമാണ്. ഒരു ചെറിയ വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട്. വളരെ മനോഹരമായ സ്ഥലമാണ്. അപ്പോൾ അതൊക്കെ ആയിട്ട് ഞങ്ങളെല്ലാവരും അവിടെ കാണാൻ പോയതാണ്. അപ്പോൾ അവിടെ നിന്ന് ആദ്യം ഞങ്ങൾക്ക് കിട്ടിയൊരു ക്രിസ്മസ് കലേഡിയാണ്. എൻ്റെ താഴോട്ടൊക്കെ അത് കൂട്ടത്തോടെ നിൽപ്പുണ്ട് കേട്ടോ. അത് ഒരെണ്ണം പറിച്ചെടുക്കാൻ നോക്കുകയാണ്. വളരെ ബുദ്ധിമുട്ടായിരുന്നു പറിച്ചെടുക്കാൻ. എന്നാലും ഒരു കിഴങ്ങോട് കൂടി ഒരെണ്ണം ഞങ്ങൾ പറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കണ്ടത് ഈ പ്ലാന്റ് ആണ്. ഇതൊരു പ്ലാന്റ് ആണെന്നൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു. ഞാനൊരു വീഡിയോ കണ്ടപ്പോഴാണ് മനസ്സിലായത് ഇതൊരു പ്ലാന്റ് ആണെന്നും ഒരു ബിഗോണി വെറൈറ്റി ആണെന്നൊക്കെ. അപ്പോൾ അന്ന് ഞങ്ങൾ അതിൻ്റെ ഇലയുടെ ഭംഗി കണ്ടുകൊണ്ട് വീഡിയോ എടുത്തതാണ്. അപ്പോൾ പ്ലാന്റ് ആണെന്ന് അറിയത്തില്ലായിരുന്നുകൊണ്ട് അത് പറിച്ചിട്ടില്ല. പിന്നെ ഒത്തിരി ഫേൺ വെറൈറ്റീസ് ഉണ്ടായിരുന്നു അവിടെ. ഫേൺ വെറൈറ്റീസ് ഉണ്ട്, പാമുണ്ട്, എല്ലാം വെള്ളച്ചാട്ടത്തിനടുത്താണ് നിൽക്കുന്നത്. പിന്നെ ചീരച്ചെടി പോലത്തെ ചെടിയുണ്ട്. പിന്നെ ഒരു ക്രോട്ടൺ വെറൈറ്റി, മഞ്ഞ സ്ട്രൈപ്സ് ഒക്കെ ഉള്ള ഒരു ക്രോട്ടൺ വെറൈറ്റി ഉണ്ട്. പിന്നെ മഞ്ഞ പൂക്കളുള്ള കമ്മൽ ചെടി പോലത്തെ മഞ്ഞ പൂക്കളുള്ള ചെടികൾ ഒത്തിരി ഉണ്ട്. പിന്നെ ഫേൺസും പാമ്പൊന്നും ഞങ്ങൾക്ക് പറിക്കാൻ ഒത്തില്ല കേട്ടോ. അതെല്ലാം വെള്ളച്ചാട്ടത്തിന് അടുത്താണ് നിൽക്കുന്നത്. അങ്ങോട്ട് ഇറങ്ങാൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ട് അതൊന്നും എടുത്തിട്ടില്ല. ഇനി ക്രോട്ടൺ വെറൈറ്റിയുടെ ഒരു കമ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ. മോളാണ് വീഡിയോ പിടിക്കുന്നത്, അതുകൊണ്ട് ഞാൻ അതിൻ്റെ എല്ലാം കമ്പൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ കണ്ടത് ഈ ബന്ദിച്ചെടിയാണ്. ഈ ബന്ദിച്ചെടി വലിയ ഉഷാറൊന്നും ഇല്ലാതെ നിൽക്കുന്നതുകൊണ്ട് ഞങ്ങൾ ആ ബന്ദിച്ചെടി എടുത്തില്ല. അതിൻ്റെ പകരം അതിൻ്റെ അരി എടുത്തിട്ടുണ്ട് പാകി കിളിപ്പിക്കാനായിട്ട്. പിന്നെ ഈ ടൈപ്പുള്ള വാഴച്ചെടി ഒത്തിരി നിൽപ്പുണ്ടായിരുന്നു അവിടെ. നല്ല ഭംഗിയാണ് അതിൻ്റെ പൂക്കൾ കാണാൻ. പക്ഷേ ഈ വാഴച്ചെടി ഞങ്ങൾ പറിക്കാൻ നോക്കിയിട്ട് അത് പറിക്കാൻ പറ്റില്ല. ചെറിയ തൈകളൊന്നും ഇല്ലായിരുന്നു അവിടെ, അതുകൊണ്ട് പറിക്കാൻ പറ്റിയില്ല. നല്ല ഭംഗിയുള്ള സ്ഥലമാണ് കേട്ടോ. അധികം ആൾതാമസമൊന്നും ഇല്ലാത്ത സ്ഥലമാണ്. ഇതിൻ്റെ കണ്ടോ, ഈ ടൈപ്പ് ചെടികൾ ഒത്തിരി അവിടെ നിൽപ്പുണ്ട്. ഇതിൻ്റെ പേരെനിക്കറിയത്തില്ല. പിന്നെ ഒരു പാം വെറൈറ്റി നിൽപ്പുണ്ട് അവിടെ. ഇതുണ്ട്, ഇവിടെ എല്ലാം ആ പ്ലാന്റാണ് നിൽക്കുന്നത്. ഉണ്ടോ, പൂക്കളുമായിട്ട്, നിറയെ പൂക്കളുമായിട്ട്. ഇത് ഞങ്ങളുടെ വീട്ടിൽ ഇഷ്ടം പോലെ ഉള്ളതുകൊണ്ട് ഞാനത് പറിച്ചിട്ടില്ല. ഇതിൻ്റെ പേരെനിക്കറിയില്ല. പിന്നെ കിട്ടിയത് ഈ പ്ലാന്റാണ്. നല്ല ലാവണ്ടർ കളറ് പൂക്കളൊക്കെ ആയിട്ടുള്ള ഒരു ഹാങ്ങിങ് പ്ലാന്റാണ്. നമുക്ക് ചട്ടിയിലൊക്കെ ഹാങ്ങിങ് പ്ലാന്റായിട്ട് വളർത്താൻ നല്ല ഭംഗിയായത്. അപ്പം ഇതിൻ്റെ 2-3 കമ്പ് ഞങ്ങൾ എടുത്തിട്ടുണ്ട്. പക്ഷേ ഇത് പിടിക്കുമോയെന്ന് അറിയത്തില്ല. കാരണം ഇതുണ്ട്, പായലും ഈർപ്പമൊക്കെയുള്ള മതിലേലാണ് ഇത് ഒത്തിരി വളർന്നു നിൽക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ചട്ടിയിൽ കൊണ്ടുവച്ചാൽ അതിന് പിടിക്കുമോയെന്ന് അറിയത്തില്ല. എന്തായാലും ഇതിൻ്റെ 2-3 കമ്പ് ഞങ്ങൾ എടുത്തിട്ടുണ്ട്. പിന്നെ കണ്ടത് ഈ ഡംഗെയിം വെറൈറ്റിയാണ്. ഇത് കോമൺ ആയിട്ട് എല്ലായിടത്തും ഉള്ള വെറൈറ്റിയാണ്. അപ്പം ഇത് ഞങ്ങൾ എടുത്തിട്ടില്ല കേട്ടോ. കാരണം വീട്ടിൽ കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് ഇതൊരു പോയിസൺ പ്ലാന്റ് അല്ലേ, അതുകൊണ്ട് ഞങ്ങൾ ഇതെടുത്തിട്ടില്ല. പിന്നെ കമ്മൽപ്പൂവിൻ്റെ പൂ പോലത്തെ മഞ്ഞ കളറിലുള്ള പൂ ഉണ്ടാകുന്ന ചെടി ഒത്തിരി അവിടെ നിൽപ്പുണ്ട്. അത് നമ്മൾ മുമ്പ് കണ്ട ഹണ്ടിങ്ങിൽ എടുത്തിട്ടുള്ളതുകൊണ്ട് അതെടുത്തിട്ടില്ല. ഇത്രയൊക്കെയാണ് ഇന്നത്തെ ഹണ്ടിങ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.